ഓടകൾ പരസ്പരം ബന്ധിപ്പിക്കാതായതോടെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് കൊല്ലം ശക്തികുളങ്ങരയിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ. ഓടയിലെ മലിനജലം വീടുകളിലേക്ക് വരെ തിരിച്ചു കയറിയതോടെ വീട് വിട്ടു പോകേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. സാങ്കേതികതയിൽ കുടുങ്ങിയ കുറെ മനുഷ്യരുടെ ജീവിതമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. വികസനം വന്നതോടെ നാടും വീടും ഉപേക്ഷിച്ച് മാറി താമസിക്കേണ്ട അവസ്ഥയിലാണ് ശക്തികുളങ്ങര 1-ാം ഡിവിഷനിലെ സാഗരമാതാ നഗർ നിവാസികൾ. ദേശീയപാതാ നിർമ്മാണത്തിലെ വ്യവസ്ഥകൾ കാരണം 150ഓളം കുടുംബങ്ങളാണ് മാസങ്ങളായി ദുർഗന്ധവും ആരോഗ്യ പ്രശ്നങ്ങളും മൂലം വലയുന്നത്. ഈ ഓട പൊളിച്ചതിന് ശേഷം ഇവിടുന്ന് റിട്ടേൺ വെള്ളം ഇറങ്ങി നേരെ ഞങ്ങളുടെ അവിടെ നിന്ന് ഇറങ്ങി മൊത്തം മലിനീകരണം എന്ന് വെച്ചാൽ വേസ്റ്റ് വെള്ളം കക്കൂസ് എന്റെ ലൈനൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പുല്ലം പണി ഇതെപ്പോഴും പുല്ലം പണിയുന്നുണ്ടെങ്കിൽ വെള്ളമൊന്നും പോകുന്നില്ല. ഒത്തിരി കടക്കാർ ഇവിടെ ബ്ലോക്കായി കിടക്കുകയാണ്. ഈ കണക്ഷൻ കൊടുക്കാതിരിക്കുന്നുള്ള ഈ സാധനം വേറെ സ്കൂളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് വെള്ളം. റിട്ടേണേ ഇത് അടച്ചു വെച്ചിരിക്കുന്ന റിട്ടേൺ ഇറങ്ങി അങ്ങ് പോയിരിക്കുകയാണ്. അത് മൊത്തം മഴ പെയ്താൽ ഇത് മൊത്തം വലിയ ബോംബ് പൊട്ടുന്ന പൊട്ടി അങ്ങ് വരും. ഭയങ്കരമായ രോഗം വരും. ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. ഇത് ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമായിട്ട് മാറും. മാരകമായ രോഗങ്ങൾ വരും. ദേശീയപാത സർവീസ് റോഡ് നിർമ്മാണത്തെ തുടർന്ന് പ്രദേശത്ത് നിലവിലുണ്ടായിരുന്ന ഓട പൊളിച്ച് ദേശീയപാത അതോറിറ്റി പുതിയ ഓട നിർമ്മിച്ചു. ഓട നിർമ്മാണം ഭൂരിഭാഗവും പൂർത്തിയായെങ്കിലും മുൻപുണ്ടായിരുന്ന ഓടയുമായി പുതിയ ഓട ബന്ധിപ്പിച്ചില്ല. പഴയ ഓടയുടെ ഒരു ഭാഗം മൂടിയതോടെ മലിനജലം ഓടയിൽ നിന്നും തിരികെ വീടുകളിലേക്കും സമീപത്തെ സ്കൂൾ മൈതാനത്തേക്കും തിരിച്ചു കയറുകയാണ്. ജനം ദുരിതത്തിലായി. ദുർഗന്ധവും കൊതുക് ശല്യവും കാരണം പലരും മാറാരോഗങ്ങൾക്ക് അടിമപ്പെട്ടു. ഇവിടുത്തെ സ്മെൽ അത്രയും കാരണം ഞങ്ങൾ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നില്ല. ഞങ്ങളുടെ ആന്റിയുടെ വീട്ടിലും എല്ലാവരും ഞങ്ങൾ പോയി നിൽക്കുന്ന. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തലവേദനയും പിന്നെ ജനൽ പോലും തുറന്നിടാൻ പറ്റത്തില്ല. നല്ല രീതിയിലുണ്ട്. കൊതുക് എപ്പോൾ വെളിയിരുന്നാലും ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ വെളിയിരിക്കത്തില്ല. ഫുൾ ടാഗത്താ. ഓടയുടെ സമീപത്തുകൂടി നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യമായതോടെ വ്യാപാര സ്ഥാപനങ്ങളിൽ ആളെത്താതെ പലതും പൂട്ടി. വീടുപേക്ഷിച്ച് പലരും ബന്ധുവീടുകളിൽ അഭയം തേടി. ഓടയുടെ പ്രശ്നം ദേശീയപാത അധികൃതരെ അറിയിച്ചപ്പോൾ ഉത്തരവാദിത്വം കോർപ്പറേഷനെന്നായിരുന്നു മറുപടി. എന്നാൽ തങ്ങൾക്കല്ല ഉത്തരവാദിത്വമെന്ന് പറഞ്ഞ് കോർപ്പറേഷനും കൈയൊഴിഞ്ഞു. ഒടുവിൽ ഓടപ്രശ്നം ഹൈക്കോടതി കയറി. പ്രശ്നം സാങ്കേതികം മാത്രമാണ്. പരിഹരിക്കേണ്ടത് ഉദ്യോഗസ്ഥരാണ്. പക്ഷേ പ്രശ്നപരിഹാരത്തിന് ശ്രമമുണ്ടാകാത്തത് അങ്ങേയറ്റം ദൗർഭാഗ്യകരവും. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ അരുൺ സാറിനൊപ്പം അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. നമ്മൾ കണ്ടില്ലേ, ശക്തികുളങ്ങരയിൽ നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഈ ദുരവസ്ഥയിൽ ജീവിക്കുന്നത്. സാങ്കേതികത്വം പറഞ്ഞ് അവരെ വീണ്ടും ബുദ്ധിമുട്ടിലേക്ക് കോർപ്പറേഷനും മറ്റ് സംവിധാനങ്ങളൊക്കെ തള്ളിവിടുകയാണ്. ഇതിനൊരു പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകുന്നതുമില്ല. ശക്തികുളങ്ങരയിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് കൂടുതൽ നമുക്ക് കേൾക്കാം. ഫിഷറീസിന്റെ ഓടയായിരുന്നു നമ്മുടെ ഈ ഷെഡിന്റെ ഫ്രണ്ടിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഹൈവേയുടെ ഓടയായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഫിഷറീസിന്റെ ഓട ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുക. ഇപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഏകദേശം 2 മാസത്തും 3 മാസത്തിൽ കൂടുതലായി. കാരണം ഈ പ്രദേശത്തുള്ള കടക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ 4 മാസമായി ഇവിടെ ഈ ഓടയ്ക്ക് വേണ്ടി കുഴിച്ചിട്ട് 4 മാസമായിട്ട് ഈ പണി തീർന്നില്ല. ഈ കട 4 മാസമായിട്ട് അടച്ചിട്ടിരിക്കുക. ഒരു മനുഷ്യൻ ഒരു സാധനം മേടിക്കാൻ ഇവിടെ വരുന്നില്ല. ഒരു രീതിയിൽ ഞങ്ങൾക്ക് വ്യാപാരം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒന്നാമത് അസഹ്യമായ ദുർഗന്ധം. ഇവിടെ വരുന്നവർക്കും ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ശ്വാസമുട്ടൽ, മറ്റുള്ള അസുഖങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. മാത്രമല്ല ആളുകൾ വരാൻ മടിക്കുന്നു. ഞങ്ങളെല്ലാം ഇപ്പൊ അതിന്റെ ഇരകളായി മാറിയിരിക്കുക. ഞങ്ങളെല്ലാം അതിന്റെ ബുദ്ധിമുട്ടുകൾ മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. സഹിക്കാൻ വയ്യ. സാംക്രമിക രോഗത്തിന്റെ ഭീഷണിയിലാണ് ഞങ്ങളെല്ലാവരും. ഒരു പ്രദേശം മുഴുവൻ 150ഓളം വരുന്ന കുടുംബങ്ങൾ എല്ലാവരും വേസ്റ്റ് വാട്ടർ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് നിറഞ്ഞ് ഞങ്ങളുടെ പരിസരത്തോട്ട് കംപ്ലീറ്റ് ഒഴുകി ഞങ്ങളുടെ വീടുകളിൽ കയറിക്കൊണ്ടിരിക്കുക. ഈ മഴ പെയ്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് ദുർഗന്ധമായ വെള്ളവും കെട്ടി ഈ പരിസരം മൊത്തം മാലിന്യവും രോഗങ്ങളും കൊതുകുകളും കൊണ്ട് നിറഞ്ഞ് മാറാവ്യാധികൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്.